उनके परिवार को आए हुए प्रत्येक भाई बहनों को प्रभु यीशु मसीह के नाम से अभिवादन देते हैं। Praise the Lord. Praise the Lord. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. हाथ उठा के प्रभु को धन्यवाद दे. हालेलुया. Praise the Lord. കഴിഞ്ഞ ഈ ഒരു വർഷം മുഴുവനും കർത്താവ് നമ്മളെ ഉള്ളം കരുത്തി വഹിച്ചു. और पिछले पूरे वर्ष भर परमेश्वर ने अपने हाथों में सुरक्षित रखा. Praise the Lord. Praise the Lord. 2025 എങ്ങനെ ഉണ്ടായിരുന്നു? 2025 वर्ष कैसा था? Praise the Lord. Praise the Lord. 4 കിലോ കൂടെ കൂടിയോ? 4 किलो वजन बढ़ गया क्या? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിൽ നാം എന്തോ പ്രാപിച്ചു. और परमेश्वर से हमने क्या प्राप्त किया? ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. सोचने के लिए कहा है. Praise the Lord. എന്തെങ്കിലും നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചോ? और क्या हमने परमेश्वर से कुछ पाया? Praise the Lord. Hallelujah. Hallelujah. കോടതിയിലൊക്കെ മൗനമായിരുന്ന പോലെ എല്ലാവരും മൗനമായിട്ടുണ്ട്. കോർട്ടിലൊക്കെ മൗനമാവുന്നില്ല, ശാന്തമാണ്. जैसे कोर्ट में जो कचहरी में शांत बैठे रहते हैं वैसे यही सब शांत बैठे हैं. Praise the Lord. Praise the Lord. ഒരു പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. निर्गमन उसका 33वां अध्याय 14 और 15 वचन पढ़े. यहोवा ने कहा, मैं आप तेरे साथ चलूंगा और तुझे विश्राम दूंगा. उसने उससे कहा, यदि तू आप न चले तो हमें यहाँ से आगे न ले जा. Praise the Lord. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ഞായറാഴ്ച പോൽക്കാല ദിവസത്തിനെതിരായിരിക്കാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഭാഗ്യം നൽകുന്നതിനായി സ്തോത്രം. വായിച്ച വചനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവുമായി സംസാരിക്കണമേ, ശുശ്രൂഷിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ശ്രദ്ധയോടെ കേട്ട് ദൈവിക വിടുതൽ അനുഭവിപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ ജനത്തെ സഹായിക്കണമേ. അങ്ങയുടെ മഹത്വം ഞങ്ങളോട് കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. आनंद और खुशी के साथ हाथ उठा के प्रभु को धन्यवाद स्तुति दे. हालेलुया. നമ്മുടെ ദൈവം നമുക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. हमारा परमेश्वर केवल हमारे लिए भलाइयों को करता है. हालेलुया. हालेलुया. നമുക്കെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. और वो हमारे लिए सब कुछ अच्छा और भला करने वाला परमेश्वर है. ആ ദൈവം മോശയോട് പറയുകയാണ്. और वही परमेश्वर मूसा से कहता है. സീനായി പർവ്വതത്തിൽ വെച്ച് പറയുകയാണ്. और सीने पर्वत पर रखकर कहता है, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. मैं आप तेरे साथ चलूंगा. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. और मैं तुझे विश्राम दूंगा. അവനോട് और उसने उससे कहा, തിരു സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ यदि तू आप न चले ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുവിക്കരുതേ. तो हमें यहाँ से आगे न ले जा. Praise the Lord. Praise the Lord. ദൈവം മോശയോട് പറയുക, परमेश्वर मूसा से कहता है എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. कि मैं आप तेरे संग चलूंगा. കഴിഞ്ഞ നമ്മുടെ 21 days ഫാസ്റ്റിംഗ് പ്രയറിലെ पिछले दिनों 21 दिनों के उपवास प्रार्थना में थे. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കണമെന്ന്. परमेश्वर की आत्मा ने मुझसे कहा पवित्र आत्मा के बारे में जो चर्चा करना, प्रचार करना. അങ്ങനെ ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കാനിടയായി തീർന്നു. और उसी प्रकार मैंने पवित्र आत्मा के बारे में कहा. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് നിന്റെ ഒരു എൻകൗണ്ടർ വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. और उस समय मैंने परमेश्वर से प्रार्थना किया कि परमेश्वर मुझे जो है तेरा एनकाउंटर चाहिए. Praise the Lord. Praise the Lord. അങ്ങനെ ഈ ആഴ്ച ഞാൻ ഇങ്ങനെ ഒരു ഉച്ച സമയത്ത് ഞാൻ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വീട്ടില്. और इस हफ्ते में ഉച്ച സമയത്ത് शाम के समय मैं ऐसे प्रार्थना कर रहा था. പ്രാർത്ഥിച്ചു കുറച്ചു നേരം പ്രാർത്ഥിച്ചു. और कुछ समय जब मैं प्रार्थना कर रहा था, പ്രാർത്ഥിച്ചു കുറച്ച് സമയം ഞാൻ വിശ്രമിച്ചു. प्रार्थना करने के बाद कुछ समय मैंने जो है विश्राम किया. Praise the Lord. Praise the Lord. വിശ്രമിക്കുന്ന സമയത്ത് विश्राम करते समय ഒരു ദൈവപുരുഷൻ എന്റെ അരികിലേക്ക് വന്നു. एक परमेश्वर का जो पुरुष है जो मेरे सामने आकर എന്റെ തലയിലേക്ക് കൈവെക്കാനിടയായി തീർന്നു. और उसने मेरे सर पर हाथ रखा അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുക. और मुझसे इस प्रकार कहने लगा. ആ സമയത്ത് उस समय में ഞാനിത് ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുന്നത് പോലെ എനിക്ക് ഫീൽ ആയി. और ऐसा वातावरण हो गया कि मैं जो है जैसे हवा में जैसे उड़ते उसी प्रकार से जो है एक वातावरण हो गया. കുറച്ച് നേരം അങ്ങനെ നിൽക്കാനിടയായി തീർന്നു. और कुछ क्षण में ऐसी जो है खड़ा रहा. Praise the Lord. സ്വപ്നത്തില ये स्वप्न में देख रहा, ദർശനത്തില दर्शन में. Praise the Lord. ആ ദർശനം അവസാനിക്കുമ്പോൾ और जो दर्शन जब खत्म होने वाला था, എന്റെ ശരീരം എല്ലാം ഒന്നും അനങ്ങാൻ കഴിയാത്ത വണ്ണം അത് മൂവ് ചെയ്യാൻ പറ്റാത്തതാണ്. और मेरा शरीर जो है किसी प्रकार का जो भी है मूवमेंट नहीं कर पाया, ऐसा हुआ. ചലിക്കാൻ പറ്റത്തില്ല. और किसी प्रकार का जो है हलचल नहीं होता. ഹാർട്ട് ബീറ്റ് അങ്ങ് വർദ്ധിക്കാനിടയായി തീർന്നു. और जो है दिल का जो धड़कन है वो बढ़ गया. കുറെ നേരം അങ്ങനെ കിടന്നു.
और कुछ समय में ऐसी इसी प्रकार जो है पड़े रहा, പക്ഷെ മനസ്സിനകത്ത് ഭയങ്കര സന്തോഷമാണ്. लेकिन मन में मेरे काफी जो है मैं खुश था, പക്ഷെ ശരീരം അനക്കാൻ കഴിയത്തില്ല. लेकिन शरीर जो है उसमें किसी प्रकार का हलचल नहीं है. അങ്ങനെ ഒരു വലിയ ദൈവിക എൻകൗണ്ടർ എന്റെ ജീവിതത്തിൽ വെളിപ്പെടാനിടയായി തീർന്നു. और एक बड़ा जो है परमेश्वर के साथ मेरा आमना सामना हुआ. Praise the Lord. Praise the Lord. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് यूहन्ना जो है पतमोस टापू में रखकर ദൈവത്തെ കാണുമ്പോൾ जब उसने परमेश्वर को देखा, താൻ മരിച്ചവനെ പോലെയായി. तब वो मृतक के सामने समान हो गया. ഹല്ലേലൂയ. हालेलुया. ദാനിയേൽ ദൈവത്തെ കാണുമ്പോൾ जब दानियल ने परमेश्वर को देखा, താൻ അൺകോൺഷ്യസിലായി പോയി. तब जो है वो बेशुद्ध हो गया. Praise the Lord. Praise the Lord. അതുപോലെ എന്റെ ശരീരത്തിൽ ഒരു ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിക്കാനിടയായി തീർന്നു. और उसी प्रकार मैंने परमेश्वर की जो उपस्थिति को मैंने अपने शरीर में देखा. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷ ദിനമായിരുന്നു. और वो दिन जो है मेरे जीवन में काफी आनंद और खुशी का दिन था. അത്ര വലിയ സന്തോഷമുണ്ട്. कितने लोग खुश हैं? കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ उठा के प्रभु को धन्यवाद दे. ഇവിടെ മോശയുടെ ദൈവം മുഖത്ത് നോക്കി പറയുകയാ, यहाँ पे मूसा से परमेश्वर उसके मुख को देखकर कहता है, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. मैं आप तेरे साथ चलूंगा. മൂന്നാം അധ്യായത്തിലാണ് നാം ദൈവവും മോശയും കൂടെ ആദ്യമായി സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. और तीसरे अध्याय में अब पहली बार जब परमेश्वर मूसा से बात करता है हम देखते हैं. ആടിനെ തീറ്റി മോശ മരുഭൂമിയിൽ കൂടെ നടന്ന് ചെല്ലുമ്പോ भेड़ बकरियों को जब मूसा चराते हुए जब वो मरुस्थल में जाता है, അപ്പോഴേ മുൾപ്പടർപ്പ് കത്തുന്നത് കാണുന്നത്. और उस समय वो कटीली झाड़ी में जो है आग की लौ को देखता है. മൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം. तीसरा अध्याय उसका तीसरा वचन. मैं उधर जाकर इस बड़े आश्चर्य को देखूंगा हाँ. कि वो झाड़ी क्यों नहीं जल जाती. ആമേൻ. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. तब मूसा कहता है कि वह झाड़ी क्यों नहीं जल जाती, मैं उधर जाकर इस बड़े आश्चर्य कर्म को देखूंगा. Praise the Lord. Praise the Lord. ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുകയാ. और परमेश्वर की उपस्थिति है. എല്ലാവരും കൂടെ ശ്രദ്ധിച്ചാട്ടെ. सब यहाँ ध्यान पूर्वक सुनिएगा. ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുകയാ. और परमेश्वर की उपस्थिति है. അതിനെപ്പറ്റി മോശ പറയുകയാ. और उसके बारे में मूसा कहता ഈ है വലിയ കാഴ്ച कि ये जो बड़ा जो अद्भुत कार्य है, ചെറിയ കാഴ്ചയല്ല. ये छोटी बात नहीं है. മോശ പറയുകയാ, मूसा कहता है വലിയ കാഴ്ച എന്തെന്നൊന്ന് ഞാൻ കാണട്ടെ. ये बड़े आश्चर्य कर्म को मैं जाकर क्या है वो देखता हूँ. ആ സമയത്ത് മോശയുടെ കൂടെ മറ്റു മനുഷ്യരൊന്നും കാണാൻ സാധ്യതയില്ല. उस समय वहां मूसा के साथ और कोई दूसरा मनुष्य नहीं था. മോശ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുക. तब मूसा अपने आप से बात करता है. ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? यहाँ कोई है जो अपने आप से बात करने वाला है? ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. यदि कोई है तो प्रार्थना करके ही जाना. Praise the Lord. Praise the Lord. എന്റെ വിശ്വാസം താൻ ഒറ്റയ്ക്ക് സംസാരിച്ചെന്നല്ല. लेकिन मेरा विश्वास है कि जो अपने आप से बातचीत करते हो अच्छा है. മോശയ്ക്ക് ഒരു വിശ്വാസമുണ്ട്. मूसा के अंदर एक विश्वास ഒരു है, സത്യദൈവം ഉണ്ട്. एक सत्य है. അവനെ ആരാധിക്കുന്നവനാ. वो आराधना करने वाला है. ഒറ്റയ്ക്ക് ആടിനെ കൊണ്ട് പോകുമ്പോ जब वो अकेले भेड़ बकरियों को लेकर जाता था, മോശ ചിലപ്പോൾ ദൈവത്തോട് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം. तो हो सकता है कि मूसा कई बार जो है परमेश्वर से अकेले में बातचीत करता അപ്പൊ है. ഈ കാഴ്ച കണ്ടപ്പോ जब उसने इस बड़े अद्भुत दृश्य को देखा, മോശ പറയും, ഈ വലിയ കാഴ്ച എന്താണെന്ന് ഞാൻ ചെന്നൊന്ന് നോക്കട്ടെ. मूसा कहता कि मैं जाकर देखूंगा कि ये बड़ा आश्चर्य कर्म क्या है. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായി. उसके अंदर ही अंदर एक इच्छा उत्पन्न ഈ हुई കാണുന്ന കാഴ്ച എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. कि ये मैं जो देखता हूँ वो क्या है उसे जानना है. ഇതിന്റെ സീക്രട്ട് എന്താണെന്ന് എനിക്ക് അറിയണം. और इसका रहस्य क्या है वो मैं जानना चाहता हूँ. ഹല്ലേലൂയ. हालेलुया. ഒരാഗ്രഹം ഉണ്ടായി. उसके अंदर एक इच्छा उत्पन्न ഇന്ന് हुई. പകലിൽ നാം ദൈവത്തെ ആരാധിക്കാൻ വന്നവരാ. आज सुबह हम सब परमेश्वर की आराधना करने आए എത്ര हैं. പേർ ആഗ്രഹത്തോടെ വന്നു. और कितने लोग इच्छा के साथ आए हैं. Praise the Lord. Praise the Lord. ദൈവത്തെ ആരാധിക്കാനുള്ള ആഗ്രഹത്തോടെ എത്ര പേര് വന്നു. और कितने लोग परमेश्वर की आराधना करने की इच्छा से यहाँ आए हैं. ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹത്തോടെ എത്ര പേര് വന്നു. और कितने लोग प्रार्थना की इच्छा से आए हैं. ദൈവവചനം ഒന്ന് കേൾക്കണമെന്ന് എത്ര പേർ ആഗ്രഹത്തോടെ വന്നു. परमेश्वर का वचन सुनने के लिए कितने लोग इच्छा से आए हैं. Praise the Lord. Praise the Lord. മോശയുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായി. मूसा के अंदर ही इच्छा उत्पन्न हुई. ഈ തീ കത്തുന്നതിന്റെ സീക്രട്ട് എന്താണെന്ന് എനിക്കൊന്ന് കാണണം. ये आग की लौ जो जलती है इसके अंदर का रहस्य क्या है. എന്നിട്ട് മുമ്പോട്ട് ചെല്ലുകയാ. इसलिए मूसा उसे देखने आगे बढ़ा चला Praise the जाता. Lord. Praise the Lord. അവിടെ വെച്ച് ദൈവം മോശയോട് സംസാരിക്കുന്നത്. और वहां मूसा से जो है परमेश्वर बातचीत करता है. അവിടുന്ന് കർത്താവ് അധികാരമൊക്കെ ദൈവം കൊടുത്തു. और वहां परमेश्वर ने मूसा को अधिकार दिया. ഫറവോന്റെ കൊട്ടാരത്തിൽ വന്നു. और वो फिरौन के राजभवन में आया. അവിടെ അത്ഭുതങ്ങൾ നടത്തി. वहां पे काफी अद्भुत कार्य किए. ജനത്തെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. और लोगों को जो है मिस्र की दासत्व में से वो बाहर ले आया. പിന്നെ അത്ഭുതകരമായ വഴിയിൽ കൂടി യാത്ര ചെയ്യുകയാ. अब जो है अद्भुत रास्ते से
उनको चलाता है ചെങ്കടലിനെ രണ്ടായിട്ട് ഭാഗിച്ചു. और उसने लाल समुद्र को दो भाग किया മാറയിലെത്തി. മാറ और 12 में पहुंचे മാറയിലും കയ്പിനെ മാറ്റി മധുരമാക്കി. और 12 में जो कड़वा पानी था उसे मीठा बनाया. അതിനുശേഷം ഏലിമിലെത്തി. उसके बाद एलीम में पहुंचे. അവിടെ 70 ഈന്തപ്പനയുണ്ട്. वहां पे 70 खजूर के पेड़ थे. 12 നീരുറവുകളുണ്ട്. वहां पे 12 जो സോത पानी के सोते थे. ഹല്ലേലൂയ. हालेलुया. അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ കൂടി മുമ്പോട്ട് പോകുകയാ. और काफी जो अनुग्रह के जो मार्ग पर वो अपने आगे ले जाता है. അങ്ങനെ സീനായി വന്നു. ऐसे वो सीने पर पहुंचे സീനായി വന്ന ദൈവം കൽപ്പന എഴുതി കൊടുക്കുന്ന സമയം. और सीने पे पर्वत में जब पहुंचा तब वो आज्ञा देने का समय था. സംസാരിച്ചുകൊണ്ടിരിക്കുകയാ. और वो बातचीत करता रहता है. Praise the Lord. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. कई दिन बीत गए മോശയുടെ ഉള്ളില് ദൈവത്തെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം. और मूसा के अंदर ऐसी इच्छा थी कि मेरे को परमेश्वर को देखना है. ആഗ്രഹം ഉണ്ടായ മോശയുടെ 33 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ പറയുകയാ. और मूसा जिसके अंदर परमेश्वर को देखने की इच्छा थी वो 33 के 15 और 16 वचन में कहता है. 3 അധ്യായത്തിൽ ആഗ്രഹം ഉണ്ടായി ചെല്ലുന്നത്. और तीसरे अध्याय में उसके अंदर इच्छा उत्पन्न हुई. 33 अध्याയത്തിൽ വരുമ്പോ लेकिन जब 33 अध्याय में आते हैं ദൈവം മോശയോട് പറയുകയാ. परमेश्वर मूसा से कहता है, ആഗ്രഹമുള്ള മോശയോട് പറയുകയാ. जो जिसके अंदर इच्छा है उस मूसा से कहता है, ദൈവത്തിനെ അറിയാനുള്ള ആഗ്രഹമുള്ള മോശയോട് പറയുകയാ. और जिसको परमेश्वर की जानने की इच्छा है उस मूसा से कहता है, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. मेरी उपस्थिति है, मैं तेरे साथ चलूंगा. സ്തോത്രം. ആഗ്രഹത്തോടെ നാം വന്നെങ്കിലേ यदि हम इच्छा के साथ आए हैं നമ്മളെ ഒറ്റയ്ക്ക് ദൈവം മടക്കി അയക്കത്തില്ല. तो परमेश्वर हमें अकेला नहीं भेजेगा. ദൈവം നമ്മോട് കൂടെ വരും. परमेश्वर हमारे साथ साथ चलेगा. യേശുവിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? कितने लोग विश्वास करते हैं? ഹല്ലേലൂയ. हालेलुया. ദൈവത്തെ അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, यदि परमेश्वर को जानने की आपके अंदर इच्छा है, ദൈവത്തെ കാണുവാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, यदि परमेश्वर को देखने की आपके अंदर അവൻ इच्छा है നമ്മോട് കൂടെ വരുന്നവനാ. तो वो हमारे साथ साथ चलेगा. Praise the Lord. Praise the Lord. പുതിയ നിയമത്തിൽ നമുക്ക് സക്കായി അറിയാം. नए नियम में हम जक्काई के बारे में पढ़ते हैं. സക്കായി ചുങ്കക്കാരനാ. जक्काई जो चुंगी लेने वाला പാപികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവനാ. और वो पापियों का जो सरदार था. പാപികളുടെ കൂട്ടത്തിൽ ഗതിക്കുക. पाप और उसकी गिनती जो है पापियों के समूह में होती थी. ഹല്ലേലൂയ. हालेलुया. സമൂഹം സക്കായി നോക്കി പറയും നീ പാപിയാ. और सारे जो समूह जो है जाति के लोग को देख जक्कई को देखकर कहते हैं तू पापी है. സക്കായിക്ക് അറിയാം ഞാൻ പാപിയാണെന്ന്. और जक्कई भी जानता था कि मैं एक पापी हूँ. പക്ഷെ അപ്പോ ആ സമയത്ത് സക്കായി യേശുവിനെ പറ്റി കേട്ടോ. लेकिन उस समय में जक्कई ने यीशु के बारे में सुना കുരുടന്മാരെ സൗഖ്യമാക്കുന്നു. कि इसने अंधों को आंखें दी, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു. इसने घोड़ियों को चंगा किया. ഹല്ലേലൂയ. हालेलुया. ഭൂതം ബാധിച്ചവരെ വിടുവിക്കുന്നു. और दुष्ट आत्मा ग्रस्तों को इसने छुड़ाया. അങ്ങനെ ഒരു മനുഷ്യൻ ഇതുവഴി കടന്നു വരുന്നു. और ऐसा एक मनुष्य इस मार्ग से आता है. ഹല്ലേലൂയ. हालेलुया. ആ യേശുവിനെ കാണണമെന്ന് സക്കായിയുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായി. और उस यीशु को देखने की एक इच्छा जो है जक्कई के अंदर उत्पन्न हुई. ആഗ്രഹം ഉണ്ടായപ്പോൾ അദ്ദേഹം ഓടി മരത്തിൽ കയറിയിരിക്കുകയാ. और जब इच्छा उत्पन्न हुई तब वो भाग कर जाकर वो गुलर के पेड़ पर चढ़ गया. യേശു എങ്ങനെയുള്ളവനെന്ന് എനിക്ക് കാണണം. यीशु कैसा है मुझे देखना है. അതിന്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമാണ്. उसके अंदर जो है तीव्र इच्छा उत्पन्न हुई. ആഗ്രഹമുള്ള സക്കായിയുടെ അരികിൽ വന്നപ്പോ और जब वो उसके अंदर जो इच्छा होते हुए जक्कई के पास जब यीशु आया യേശു മുകളിലോട്ട് നോക്കി സക്കായി വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു. तब यीशु ने जक्कई से कहा झट उतरा. മനസ്സിലാവും. प्रेज द लॉर्ड. എന്നിട്ട് എന്താ സക്കായിയോട് പറഞ്ഞേ? उसने जक्कई से क्या कहा? എനിക്കിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. आज मुझे तेरे घर में रहना अवश्य है. ഒന്നുകൂടെ പറഞ്ഞാലേ और एक बात कहे तो സക്കായി വേഗം വാ. कि जक्कई झट उतरा. ഞാൻ നിന്റെ കൂടെ വരികയാ. मैं तेरे साथ साथ ഞാൻ आऊंगा. നിന്റെ വീട്ടിലോട്ട് വരികയാ. मैं तेरे घर पर आऊंगा. ഒന്നുകൂടെ പറഞ്ഞാലേ और एक बात कहे ഞാൻ तो നിന്റെ കൂടെ പാർക്കാൻ വരികയാ. कि मैं तेरे साथ वास करने आता हूँ. Praise the Lord. Praise the Lord. ആഗ്രഹമുള്ളവന്റെ കൂടെ ദൈവം കടന്നു വരും. और जिसके अंदर इच्छा है उसके साथ परमेश्वर आएगा. ദൈവത്തെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, यदि परमेश्वर को जानने की इच्छा आपके अंदर ദൈവത്തെ है, കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, यदि परमेश्वर के बारे में जानने की इच्छा आपके अंदर അവന്റെ है, കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും. तो उसके साथ परमेश्वर की उपस्थिति होगी. അവൻ വിട്ടിട്ട് പോകത്തില്ല. वो छोड़ कर नहीं അവൻ जाएगा. നമ്മുടെ കൂടെ പാർക്കുന്നവനാ. वो हमारे साथ वास करने Praise वाला the है. Lord. Praise the എന്നിട്ട് Lord. ദൈവം യേശു സക്കായിയോട് പറയുകയാ. इसलिए यीशु जो जक्कई से कहता है, അതുവരെ സക്കായി ഭാവിയാണെന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. अभी तक जक्कई के अंदर ये विचार था कि मैं एक पापी हूँ, मैं एक पापी हूँ. കർത്താവ് സക്കായി നോക്കിട്ട് പറയാ, लेकिन यीशु ने जक्कई को देखकर कहा, ഇവനും അബ്രഹാമിന്റെ മകനാ. ये भी अब्राहम की संतान है. Praise the Lord. Praise the Lord. എന്ന് പറഞ്ഞാൽ ഇവൻ ശപിക്കപ്പെട്ടവനല്ല, ये श्रापित नहीं है, ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. ये आशीषित है. അബ്രഹാമിന് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ अब्राहम का जो भी आशीष है അതെല്ലാം ഇവനും കൂടെ ഉള്ളതാ. वो सब आशीष इसके लिए भी है. Praise the Lord. Praise the Lord. അബ്രഹാം വലിയ ധനികനായ വ്യക്തിയാ. ധനിക വ്യക്തി
വ്യക്തിയാ അബ്രഹാം. अब्राहम जो है काफी धनी व्यक्ति था. ആ ധനമെല്ലാം ഇസഹാക്കിനുള്ളതാ. वो सारा धन जो है इसहाक का है. Praise the Lord. Praise the Lord. ആ ഇസഹാക്കിനുള്ള ധനത്തിന്റെ എല്ലാം അവകാശി ഭാര്യയായ റിബേക്കയ്ക്കും കൂടെ ഉള്ളതാ. और वो इसहाक का जितना भी धन था उसका सारा जो भागी जो है वो रिबेका का भी है. Praise the Lord. Praise the Lord. അങ്ങനെയാണെങ്കിൽ നമ്മള് പറ്റി ഒന്ന് ചിന്തിച്ചേ. ऐसा रहेगा तो अपने बारे में सोचे. പിതാവാം ദൈവത്തിനുള്ള സകല അനുഗ്രഹവും ക്രിസ്തുവിൽ കൂടി ദൈവം നമുക്ക് നൽകി തരണം. कि पिता परमेश्वर ने मसीह में होते हुए सारे आशीष जो है हमारे लिए दिया. Praise the Lord. Praise the Lord. ദൈവത്തിൽ കൂടിയുള്ള സകല അനുഗ്രഹങ്ങളും ക്രിസ്തുവേശുവിൽ കൂടി നമുക്ക് നൽകി തരുവാനിടയായി തീർന്നു. और पिता परमेश्वर ने मसीह में होते हुए सब कुछ जो है हमें दिया. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എത്ര സന്തോഷമുണ്ട്. कितने लोग खुश हैं. ദൈവം നമ്മോട് കൂടെ വരുന്നവനാ. परमेश्वर हमारे साथ साथ चलता है. നമ്മളെ ഒറ്റയ്ക്ക് വിടത്തില്ല. वो कभी भी हमें अकेला नहीं छोड़ेगा. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. मेरा उपस्थिति तेरे साथ है. മോശയോട് ദൈവം പറയുകയാ. मूसा से परमेश्वर कहता है. ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച മോശയെ പറ്റി മോശയോട് ദൈവം പറയുകയാ. और मूसा जो परमेश्वर को देखने की इच्छा रखता था परमेश्वर ने उससे कहा എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. कि मैं आप तेरे साथ चलूंगा. രണ്ടാമത് കർത്താവ് പറയുക, और दूसरा परमेश्वर कहता है ഞാൻ നിനക്ക് സ്വസ്ഥത തരും. और मैं तुझे विश्राम दूंगा. മലയാളത്തിൽ ശാന്തി തരുന്ന സമാധാനം. मलयालम में लिखा है कि शांति दूंगा, समाधान दूंगा. ആമേൻ. आमीन. സ്വസ്ഥത ശാന്തി തരും. विश्राम दूंगा. ശാന്തി കറക്റ്റ്. Praise the Lord. Hallelujah. हालेलुया. എന്നിട്ട് ദൈവം പറയുന്നൊരു ഭാഗമുണ്ട്. और परमेश्वर कहता है മോശെ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. कि मैंने तुझे जांच कर जान लिया है എനിക്ക് നിന്നെ അറിയാം. और मैं तुझे जानता हूँ. നിന്റെ ജീവിതം അറിയാം. मैं तेरे जीवन को जानता हूँ. നിന്റെ സ്വഭാവം അറിയാം. मैं तेरे स्वभाव को जानता हूँ. നിന്റെ മനസ്സറിയാം. मैं तेरे मन को भी जानता हूँ. മറ്റുള്ളവർക്ക് അറിഞ്ഞില്ലെങ്കിലും यदि कोई दूसरा जाने या ना जाने എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. मैं तुझे अच्छे से जानता हूँ. എന്നിട്ട് മോശയോട് ദൈവം പറയുന്നത്, और इसलिए परमेश्वर मूसा से कहता है എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. कि मैं आप तेरे साथ चलूंगा സ്തോത്രം. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. और मैं तुझे विश्राम दूंगा. ആ സ്വസ്ഥത എന്ന വേർഡ് പറയുമ്പോ विश्राम कहेंगे तो കുറെ വർഷങ്ങൾ പുറകിലോട്ട് പോകണം. कुछ समय पीछे जाना पड़ेगा. कई साल पीछे जाना पड़ेगा. Praise the Lord. മോശ ജനിച്ചു കഴിഞ്ഞപ്പോ मूसा का जब जन्म हुआ ആ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുവാനിടയായി തീർന്നു. और उस परिवार का जो विश्राम जो है नष्ट हो गया. ഫറവോൻ അപ്പോഴാ പറയുന്നത്, और फिरौन उस समय कहता है എബ്രായർ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിലിട്ട് കളയണം. कि इब्री के जो भी जो लड़के जन्म लेते हैं उन सबको जो है नील नदी में डालना. മോശ അതിസുന്ദരനായിരുന്നു. मूसा काफी सुंदर था. അവൻ ജനിച്ചു കഴിഞ്ഞപ്പോ जब उसका जन्म हुआ അവന് ഭയങ്കര സന്തോഷം ഉണ്ടായി. और उस घर में काफी आनंद हुआ. ഇതിന് പുറകെ ആ ഫറവോന്റെ ആജ്ഞ വരുന്നത്, लेकिन उसके पीछे फिरौन की आज्ञा आती ഈ है കുഞ്ഞിനെ എടുത്ത് തോട്ടിലിടണം. इस बच्चे को लेके नील नदी में डालना. ഒന്നുകൂടെ പറഞ്ഞ കൊന്നു കളഞ്ഞേക്കണം. इसको जो है मार डालना. അത് കേട്ടപ്പോ അപ്പനും അമ്മയും കരഞ്ഞു. ये सुनकर जो है माता पिता रोने लगे സഹോദരി മിരിയാം കരഞ്ഞു. और उसकी बहन मरियम रोने लगी. അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. उनका जो शांति नष्ट हो गया. ഹല്ലേലൂയ. हालेलुया. അപ്പോഴാ മോശയെ വീണ്ടും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. तो उस समय जो है मूसा को राजभवन में ले जाते हैं 40 വർഷം മിസ്രൈമിലെ കൊട്ടാരത്തിലാ. और 40 वर्ष तक वो मिस्र में जो है राजभवन में रहा. Praise the Lord. സ്വന്തം കുഞ്ഞു കൂടില്ലെങ്കിൽ അപ്പനും അമ്മയ്ക്ക് എന്ത് വിഷമായിരിക്കും. यदि अपना निज जो बच्चा है वो माता पिता के साथ नहीं रहेगा तो माता पिता को कितना दुख पहुंचता है. Praise the Lord. Praise the Lord. സ്വന്തം കുഞ്ഞു കൂടില്ലെങ്കിൽ यदि अपना बच्चा साथ में नहीं रहेगा तो Praise the Lord. കൊട്ടാരത്തിലാ കുഞ്ഞു വളരുന്നത്. तो बच्चा जो है वो राजभवन में बढ़ता है. എല്ലാം അവിടെ ഉണ്ട്. सब कुछ वहां पर है കുഞ്ഞിന് ഒരു കുറവുമില്ല. और उसको कोई भी कमी नहीं है. Praise the Lord. അപ്പനും അമ്മയ്ക്കും സ്വസ്ഥതയില്ല. लेकिन माता पिता को चैन नहीं है. എല്ലാം അവിടെ ഉണ്ട്. കൊട്ടാരത്തിലുണ്ട്. राजभवन में सब कुछ है പക്ഷെ അപ്പനും അമ്മയ്ക്കും ഓർത്തിട്ട് ഒരു സമാധാനമില്ല. लेकिन माता पिता उसको सोच कर जो है उनको कोई भी चैन नहीं है. അവർ ഈ സമാധാനം ഇല്ലാതെ മരിച്ചത്. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്. और मैं ऐसा सोचता हूँ कि उनके जीवन में कोई शांति नहीं था, वो ऐसे मर गए. എല്ലാം മോശയ്ക്ക് കൊട്ടാരത്തിലുണ്ട്. मूसा के पास सब कुछ राजभवन മോശ में है. ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ട്. मूसा जो कुछ इच्छा रखता था सब कुछ है. പക്ഷെ അത് ഓർത്തിട്ട് അപ്പനും അമ്മയ്ക്കും സ്വസ്ഥതയില്ല. लेकिन वो सब सोचकर भी माता पिता को जो है वो खुश नहीं. അപ്പൊ കുടുംബത്തിലെ സ്വസ്ഥത പോയി. तो जो परिवार का जो शांति चला അപ്പന്റെ गया, അമ്മയുടെ സ്വസ്ഥത പോയി. माता पिता का जो शांति चला गया സഹോദരിയുടെ സമാധാനം പോയി. और बहन का जो है शांति चला गया. കുറച്ച് നാളുകൂടെ കഴിയുമ്പോ और कुछ समय बीतने पर മോശയുടെ സമാധാനം പോയി. मूसा का भी शांति चला गया കൊലപാതകിയായി മാറി. क्योंकि वो हत्यारा बन गया. ആ
ആ സമാധാനമില്ലാതെ താൻ നടന്ന് ഹോരേബിലേക്ക് എത്തുന്നത്. और शांति नहीं होते हुए ऐसे परिस्थिति में वो चलकर होरेब के पास गया. Praise the Lord. Praise the Lord. പിന്നീട് സീനായി വെച്ച് ദൈവം പറയുകയാ, फिर सीने में रखकर परमेश्वर ने मूसा से कहा, കുറെ വർഷങ്ങൾ കൊണ്ട് നിന്റെ ഉള്ളിലുള്ള ഈ സമാധാനക്കേട് ഞാൻ മാറ്റാം. कई वर्षों से जो तेरे अंदर जो शांति नहीं है उस शांति को मैं बदलने वाला हूं. ഹോരേബിൽ വെച്ച് ദൈവത്തെ കണ്ടതാ മോശ. और होरेब में रखकर मूसा ने परमेश्वर को देखा. അവിടെ മുതൽ ദൈവം സംസാരിക്കുന്നുണ്ട്. और वहां तक जो है परमेश्वर उससे बातचीत करता മോശ है. അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്, ദൈവം മോശയോട് സംസാരിക്കുന്നുണ്ട്. और मूसा ऐसे बातचीत करता था, इसलिए परमेश्वर ने भी उससे बातचीत करता था. കുറെ നാളുകൾ കൊണ്ട് ദൈവം സംസാരിക്കുക. और कई दिनों से परमेश्वर उससे बातचीत करता है, എന്നിട്ട് സ്വസ്ഥത കിട്ടുന്നില്ല. लेकिन उसके बाद भी जो है शांति नहीं मिलती. എന്നിട്ട് സമാധാനം ഉള്ളിൽ കിട്ടുന്നില്ല. लेकिन अंदर जो है शांति नहीं मिलती. പക്ഷെ ദൈവം നോക്കിയിട്ട് പറയുക, लेकिन परमेश्वर देख के कहता है ഇനി ഞാൻ നിനക്ക് സമാധാനം തരാം. कि अभी मैं तुझे शांति दूंगा. നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരുപാട് വർഷങ്ങളായി. हम उद्धार पाके कई वर्ष बीत गए. ദൈവത്തെ ആരാധിക്കുന്നവരാ. परमेश्वर की आराधना करते हैं. ഇപ്പോഴും പലരുടെ മനസ്സിനകത്ത് സമാധാനമില്ലാത്തവരുണ്ട്. अभी भी कई लोगों के मन में जो है शांति समाधान नहीं है. ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. वे परमेश्वर की आराधना करते हैं, ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നുണ്ട്. वे प्रार्थना करते हैं, ദൈവ വചനം കേൾക്കുന്നുണ്ട്. परमेश्वर का वचन सुनते പക്ഷെ हैं, സമാധാനം കിട്ടുന്നില്ല. लेकिन अंदर जो है शांति नहीं ഇന്ന് है. പകല കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി എന്ന് പറഞ്ഞാട്ടെ, आज सुबह परमेश्वर के मुख को देख कर എന്നെ देखिए നീ ഇനി അങ്ങനെ വിടരുത്. कि तू मुझे ऐसे ना छोड़. എന്റെ ജീവിതത്തിൽ നീ വലിയൊരു സമാധാനം നൽകണം. मेरे जीवन में तू एक शांति നീ देना. എന്നെ ഒറ്റയ്ക്ക് വിടരുത്. तू मुझे अकेला मत നിന്റെ छोड़. സാന്നിധ്യം എന്റെ കൂടെ പോരണം. तेरी उपस्थिति मेरे साथ നീ എനിക്ക് चाहिए സമാധാനം നൽകണം. और तू मुझे शांति दे. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? कितने लोग ये इच्छा रखते हैं. ദൈവം മോശയോട് പറയുക, परमेश्वर मूसा से कहता है ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. कि मैंने तुझे अच्छे से जान लिया है എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. और मेरी उपस्थिति तेरे साथ है. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ यदि परमेश्वर हमारे साथ है നമുക്ക് സമാധാനമുണ്ട്. तो हमारे पास शांति है. സ്തോത്രം. हालेलुया. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നത്, इफिसियों की पत्री में पौलुस कहता है അവൻ നമ്മുടെ സമാധാനം. वो हमारी शांति है. യേശു ക്രിസ്തുവിനെ പറ്റി പറയുകയാ, वो यीशु मसीह के बारे में कहता അവൻ है നമ്മുടെ സമാധാനം. कि वो हमारी शांति है. പത്രി എല്ലാം എഴുതുമ്പോ पत्री सब लिखते समय അവരുടെ ആദ്യ ആരംഭ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. उसके आरंभ के भाग में वो ऐसा लिखता है, യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. यीशु मसीह का जो कृपा है वो आप सबके साथ रहे. എന്ന് പറഞ്ഞാൽ ദൈവ സന്നിധിയിലേക്ക് വരാനുള്ള ഒരു അനുവാദവും നമുക്കില്ലായിരുന്നു. परमेश्वर की उपस्थिति में आने के लिए हम योग्य नहीं थे. ദൈവം കൂടെ ഇല്ലെങ്കിൽ यदि परमेश्वर हमारे साथ न रहे സമാധാനം നമുക്കുണ്ടാകത്തില്ല. तो हमारे जीवन में हम शांति नहीं प्राप्त कर അങ്ങനെ ഒരു पाएंगे. അവസ്ഥയിലായിരുന്നു നമ്മള്. ऐसे अवस्था में हम लोग ദൈവ थे സാന്നിധ്യമില്ലാത്ത. कि परमेश्वर की उपस्थिति हमारे जीवन में പക്ഷേ नहीं थी. ക്രൂശിൽ വെച്ച് ദൈവം അത് ഇല്ലാതാക്കി. लेकिन क्रूस में परमेश्वर ने उसे हटा दिया അവൻ നമുക്ക് സമാധാനം നൽകി തന്നു. और उसने हमें शांति दिया. അവന്റെ ജീവനെ നമുക്ക് നൽകി തന്നു. उसने अपना जीवन हमें दिया അവൻ നമുക്ക് സ്വസ്ഥത തരുവാനിടയായി തീർന്നു. और उसने हमें विश्राम दिया. ഇത് നമ്മുടെ ഉള്ളിൽ വലിയൊരു സന്തോഷമുണ്ട്. और इसलिए हमारे अंदर एक जो खुशी है. ഹല്ലേലൂയ. हालेलुया. ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ്, और उस क्रूस में जो परमेश्वर ने अपना जीवन हमारे लिए दिया അവൻ നമുക്ക് നിത്യ സമാധാനം നൽകുവാനിടയായി തീർന്നു. और उसने हमें जो है अनंत काल का जो है वो शांति दिया. എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोग खुश हैं ഹല്ലേലൂയ. എത്ര പേരുടെ മനസ്സിനകത്ത് സമാധാനമുണ്ട്? और कितने लोग के मन में जो है वो शांति है. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. सबने आंखों को बंद ഈ करें പകൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ തന്നെ സമർപ്പിച്ചാട്ടെ. और सुबह के समय हम अपने आप को जो है परमेश्वर को समर्पण करें. നമ്മുടെ കർത്താവ് നമ്മുടെ സമാധാനമാണ്. हमारा परमेश्वर हमारी शांति है നമ്മൾ അവനിൽ വസിക്കുന്നു. और वो हमारे अंदर वास करता है നമ്മൾ അവനിലും വസിക്കുന്നു. और हम उसके अंदर वास करते हैं. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോ, वो जब हमारे अंदर रहता है, അവന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളപ്പോ, जब उसकी उपस्थिति हमारे अंदर रहती നമ്മുടെ है, ജീവിതത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. तब हमारे जीवन में शांति है और आनंद है. എപ്പോഴാണ് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നത്? और कब परमेश्वर की जो है शांति नष्ट होती അപ്പോൾ है നമ്മുടെ സമാധാനം നഷ്ടപ്പെടാനിടയായി തീരും. അപ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുവാനിടയായി തീരും. और उस समय हमारे अंदर जो शांति है वो भी नष्ट हो जाती है. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. आज सुबह परमेश्वर के चरणों में प्रार्थना करें. നിന്റെ സാന്നിധ്യം വിട്ടേക്കും പോകാൻ കർത്താവ് ഇടവരല്ലേ. हे परमेश्वर तेरी उपस्थिति को मैं खो न दूं. ആ ക്രൂശ് മരണത്തിൽ കൂടിയാണ് നമുക്ക് സമാധാനം ലഭിച്ചത്. उस क्रूस के मृत्यु के द्वारा हमको जो है शांति प्राप्त ഈ हुई. ലോകത്തിലുള്ള പലർക്കും സമാധാനമില്ലാത്തവരാ. इस संसार में कई लोग जो है वो शांति रहित है ഹല്ലേലൂയ. ആവശ്യം പോലെ പണമുള്ളവരുണ്ട്. और कई लोग हैं जिनके पास काफी धन संपत्ति है ഉന്നത പദവികൾ ഉള്ളവരുണ്ട്. और बड़े बड़े ऊंची पदवी है. പക്ഷെ അവർക്കാർക്കും സമാധാനമില്ലാതിരിക്കുമ്പോ, लेकिन उनके जीवन में शांति न रहते समय സാധാരണക്കാരായ നമുക്ക് साधारण होते हुए हम लोग ഒരു സമാധാനം നമ്മുടെ ഉള്ളിലുണ്ട്. एक शांति हमारे अंदर है അത് ആ ക്രൂശിൽ കൂടി നമുക്ക് ലഭിച്ചതാ. और वो क्रूस के द्वारा हमें प्राप्त हुआ है. സന്തോഷമുള്ളവർക്ക്
ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. जो खुश है वो जो है परमेश्वर को जो धन्यवाद स्तुति दे. ഹല്ലേലൂയ. हालेलुया. അവന്റെ ആ ക്രൂശ് മരണത്തെ ഓർമ്മിപ്പിക്കുന്ന തിരുമേശ നമ്മുടെ മുമ്പിലുണ്ട്. उस क्रूस के मृत्यु को स्मरण दिलाते हुए परमेश्वर का पवित्र मेज हमारे सामने. നമ്മളെ തന്നെ ഒന്ന് ശോധന കഴിച്ചാട്ടെ. हम अपने आप को जांचें. നമ്മുടെ സകല പാപങ്ങളുടെയും ശിക്ഷ അവന്റെ ശരീരത്തിൽ അവൻ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. हमारे सारे पापों का जो दंड है परमेश्वर ने अपने ऊपर ले लिया. നമ്മൾ ചെയ്ത സകല തെറ്റിന്റെ ശിക്ഷ അവന്റെ ശരീരത്തിൽ അവൻ ഏറ്റെടുത്തു. अपने किए हुए सारे पापों का जो शिक्षा जो हमें मिला था वो परमेश्वर ने अपने ऊपर ले लिया. സകല പാപവും പോക്കി ശുദ്ധീകരിക്കുവാൻ അവന്റെ അവസാന തുള്ളി രക്തം വരെ വേദനയോടെ നമുക്ക് ഊറ്റി നൽകുവാനിടയായി തീർന്നു. और सारे पापों से जो शुद्ध करने के लिए परमेश्वर ने अपना आखिरी बूंद लहू तक बहा दिया. ഹല്ലേലൂയ. हालेलुया. ഇപ്പോൾ നമ്മൾ ക്രിസ്തുയേശുവിൽ സ്വതന്ത്രരാണ്. अभी हम मसीह में स्वतंत्र हैं. ഇനി നമ്മൾ വീണ്ടും പാപത്തിന്റെ അടിമമുഖത്തിൽ കുടുങ്ങി പോകരുത്. अभी हम वापस जो है पाप के दासत्व में न जुटे. ഇപ്പോൾ നമ്മൾ ക്രിസ്തുയേശുവിൽ സ്വതന്ത്രരാണ്. अब हम मसीह में स्वतंत्र ഇപ്പോൾ हैं. നമ്മൾ പാപത്തിന് അടിമകളല്ല. अब हम पाप के दासत्व में नहीं ഇപ്പോൾ हैं. നമ്മൾ ശാപത്തിന് അടിമകളല്ല. अब हम शाप के जो है दासत्व में ഇപ്പോൾ नहीं നമ്മൾ हैं. സാത്താൻ അടിമകളല്ല. हम शैतान के गुलाम नहीं ഇനി हैं. നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. हम मसीह में स्वतंत्र हैं. വീണ്ടും പാപം ചെയ്ത് वापस पाप करके വീണ്ടും ആ മുഖത്തിന്റെ കീഴിലേക്ക് പോകരുത്. वापस पाप के जुए में नहीं जुटना ആ है. കർത്താവിന്റെ സ്നേഹത്തെ ഒന്ന് ഓർത്താട്ടെ. उस परमेश्वर के प्रेम को स्मरण करें അവൻ നമ്മളെ വിശുദ്ധരാക്കി തീർക്കുവാൻ വേണ്ടി, और वो हमें पवित्र करने के लिए അവൻ നമ്മൾ സ്വന്തം മക്കളാക്കി തീർക്കാൻ വേണ്ടി, और अपने संतान बनाने के लिए അവൻ നമുക്ക് വേണ്ടി ജീവനെ നൽകുവാനിടയായി തീർന്നു. उसने हमारे लिए अपना जीवन दे दिया. Praise the Lord. ആ കാൽവരി ക്രൂശിലും യാഗത്തെ ഓർത്ത് उस कैलवरी क्रूस के उस त्याग को स्मरण करके വിശുദ്ധിയോടെ തിരുമേശയിൽ ഭാഗവക്കാകുവാൻ പ്രാർത്ഥനയോടായിരുന്നാട്ടെ. पवित्रता के साथ जो है पवित्र मेज में सहभागी होने के लिए प्रार्थना पूर्वक बैठे ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയിലായിരിക്കണം നമ്മൾ തിരുമേശയിൽ ഭാഗവക്കാകുവാൻ. और मनुष्य और परमेश्वर के साथ शुद्ध विवेक के साथ इसमें से सहभागी होने की നമ്മളെ തന്നെ ശോധന കഴിച്ചാട്ടെ. हम अपने आप को जांचें. അയോഗ്യമായി നമ്മൾ തിരുമേശയിൽ ഭാഗവക്കാകുന്നെങ്കിൽ यदि हम अनुचित रीति से प्रभु मेज में से सहभागी होते हैं പൗലോസ് ഇപ്രകാരം പറയുന്നത്, और इस प्रकार से कहता है നമ്മളിൽ പലരും ബലഹീനരായി മാറും, कि हम में से कई निर्बल हैं, പലരും രോഗികളായി മാറും, कई रोगी हैं പലരും മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. और बहुत से सो भी गए. ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. आज सुबह की से प्रार्थना ആ करें ശിക്ഷകളൊന്നും എന്റെ ജീവിതത്തിൽ വരല്ലേ എന്ന്. कि वो जो है दंड हमारे जीवन में ना ഈ आए. തിരുമേശ എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ये पवित्र मेज मेरे जीवन में आशीष का कारण है. ആത്മീകമായി ഭൗതികം ശാരീരികമായിട്ടുള്ള എല്ലാ വിടുതലുകളും എന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. आत्मिक शारीरिक और भौतिक रीति से ये मेरे जीवन में छुटकारे का कारण है. ഏതെങ്കിലും പാപത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ यदि कोई पाप का स्वभाव हमारे जीवन में है, ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചാട്ടെ. तो परमेश्वर की उपस्थिति में उसे निश्चय करके जो कबूल कर ले, അവന്റെ സാന്നിധ്യം നമ്മോട് കൂടെ പോരും. उसकी उपस्थिति हमारे साथ, അവൻ നമുക്ക് സ്വസ്ഥത തരുന്ന और ദൈവമാണ്. वो हमें विश्राम देने वाला परमेश्वर है. ആകുവാൻ പ്രാർത്ഥന കരങ്ങി. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കൽപ്പത്തിനുമ്പായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം കർത്താവേ. വിശുദ്ധിയോടെ കർത്താവെ ശുശ്രൂഷിക്കാൻ ഞങ്ങളുടെ അഭിഷേകത്തിനെ ബലപ്പെടാം. വിശുദ്ധിയോടെ ഭാഗവക്കാകുവാൻ ദൈവകൃപയിൽ ദൈവം ഞങ്ങളെ ശക്തരാക്കി തീർക്കണം. കൃപയിൽ മറക്കണം. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.